നമസ്കാരം. ബഹുജന ആശയവിനിമയത്തിലൂടെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്ന വൈവിധ്യമാർന്ന മാധ്യമങ്ങൾ മാസ് മീഡിയയിൽ ഉൾപ്പെടുന്നു. സിനിമകൾ, റേഡിയോ, റെക്കോർഡ് ചെയ്ത സംഗീതം അല്ലെങ്കിൽ ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങൾ വഴി ബ്രോഡ്കാസ്റ്റ് മീഡിയ വിവരങ്ങൾ ഇലക്ട്രോണിക്കായി കൈമാറുന്നു. ഡിജിറ്റൽ മീഡിയയിൽ ഇന്റർനെറ്റും മൊബൈലിൽ ജനസമ്പർക്കവും ഉൾപ്പെടുന്നു. ഇമെയിൽ, സോഷ്യൽ മീഡിയ സൈറ്റുകൾ, വെബ്സൈറ്റുകൾ, ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇന്റർനെറ്റ് മീഡിയയിൽ ഉൾപ്പെടുന്നു. TV പരസ്യങ്ങൾ ഓൺലൈനിൽ ലിങ്ക് ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഉപഭോക്താക്കളെ ഒരു വെബ്സൈറ്റിലേക്ക് നയിക്കുന്നതിന് ഔട്ട്ഡോർ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ QR കോഡുകൾ വിതരണം ചെയ്യുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങൾക്കും വെബിൽ അധിക സാന്നിധ്യമുണ്ട്. ഈ രീതിയിൽ അവർക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന എളുപ്പത്തിലുള്ള പ്രവേശനക്ഷമതയും വ്യാപന ശേഷികളും ഉപയോഗിക്കാൻ കഴിയും. അതുവഴി ലോകത്തെ വിവിധ പ്രദേശങ്ങളിലുടനീളം ഒരേ സമയം ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ എളുപ്പത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ കഴിയും. പരസ്യം പോലുള്ള മാധ്യമങ്ങൾ വഴി ഔട്ട്ഡോർ മീഡിയ വിവരങ്ങൾ കൈമാറുന്നു. പരസ്യ ബോർഡുകൾ, പറക്കുന്ന പരസ്യ ബോർഡുകൾ, വിമാനങ്ങൾ വലിച്ചെറിയുന്ന അടയാളങ്ങൾ, ബസ്സുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ, കടകൾ, സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ അല്ലെങ്കിൽ ട്രെയിനുകൾക്കകത്തും പുറത്തും സ്ഥാപിച്ചിരിക്കുന്ന പ്ലക്കാർഡുകളോ അടയാളങ്ങളോ അല്ലെങ്കിൽ സ്കൈ റൈറ്റിംഗ്, പുസ്തകങ്ങൾ, കോമിക്സ്, മാസികകൾ, പത്രങ്ങൾ, ലഘുലേഖനങ്ങൾ എന്നിങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളിലൂടെയാണ് അച്ചടി മാധ്യമങ്ങൾ വിവരങ്ങൾ കൈമാറുന്നത്. ഇവന്റ് ഓർഗനൈസിംഗ്, പബ്ലിക് സ്പീക്കിംഗ് എന്നിവയും മാധ്യമങ്ങളുടെ രൂപങ്ങളായി കണക്കാക്കാം. സിനിമ സ്റ്റുഡിയോകൾ, പബ്ലിഷിംഗ് കമ്പനികൾ, റേഡിയോ, ടെലിവിഷൻ സ്റ്റേഷനുകൾ തുടങ്ങിയ ഈ സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ബഹുജന മാധ്യമങ്ങൾ എന്നും അറിയപ്പെടുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.